യെസ്, സലീം പടവൂർ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ഒരു ഒരു നിയമം അത് ഉണ്ടാക്കി ഒരു വിഭാഗത്തിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുന്നു. ഒരു ഭാഗത്ത് മതേതരത്വം, സർവ്വമത സമഭാവന എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഭരണഘടനയിൽ വഖഫ് നിയമത്തിന് വ്യവസ്ഥയില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തെളിവ് തന്നെയല്ലേ? ഇത്തരമൊരു നിയമം കൊണ്ടുവന്നതും ഇത്തരം ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും. വഖഫ് എന്നല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാളുടെ സ്വത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൗലിക അവകാശമാണ്. അയാൾക്ക് ആ സ്വത്ത് ദൈവത്തിന് കൊടുക്കാം, പാവപ്പെട്ടവന് കൊടുക്കാം, വിലക്ക് വിൽക്കാം, ഇതൊക്കെ ചെയ്യാം. ആ ഭരണഘടനയുടെ മൗലിക അവകാശത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ ഒന്നാമത് പുതിയ നിയമം വരുന്നത്. 5 വർഷം മുസ്ലിമായി ജീവിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നേരത്തെ ഏത് മതക്കാരനും, ഈ ആരിഫ് ഹുസൈനും വഖഫ് ചെയ്യാമായിരുന്നു, ശ്രീ അനൂപിന് വഖഫ് ചെയ്യാം, അനിൽ നമ്പ്യാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വഖഫ് ചെയ്യാം, അതേപോലെ ചർച്ചിന് കൊടുക്കാം, ക്ഷേത്രത്തിന് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഇവിടെ ഇപ്പോ 5 വർഷം മുസ്ലിം ആയാൽ മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാം. ഇപ്പൊ പുതിയ നിയമം വന്നാൽ എനിക്ക് ചർച്ചിന് ഭൂമി കൊടുക്കുന്നതിന് തടസ്സമല്ല. ദേവസ്വത്തിന് എന്റെ കയ്യിൽ 10 സെന്റ് ഭൂമി ഉണ്ട്, എനിക്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് വഖഫ് ബോർഡിന് കൊടുക്കാം, 3 കൊടുക്കാം മുസ്ലിമിന്. അതേസമയത്ത് ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കുന്ന ആൾക്ക്, അയാൾക്ക് തോന്നുകയാണ് എനിക്ക് ഒരു 5 സെന്റ് ഈ അടുത്ത പള്ളിക്ക് എനിക്ക് സംഭാവന ചെയ്യണം, അയാൾക്ക് കൊടുക്കാൻ പാടില്ല, വഖഫ് ഭൂമിയായിട്ട് കൊടുക്കാൻ പാടില്ല. അയാൾക്ക് ചർച്ചിന് കൊടുക്കാം, ദേവസ്വത്തിന് കൊടുക്കാം. ഒരു ക്രിസ്ത്യാനിയായി പറയുന്ന ആൾക്ക് ചർച്ചിന് കൊടുക്കാം, ദേവസ്വത്തിന് കൊടുക്കാം. അയാൾക്കൊരാഗ്രഹം, ഭരണഘടന പ്രകാരം അയാളുടെ അവകാശം, അയാളുടെ കയ്യിലുള്ള ഭൂമി അയാൾ വിചാരിക്കുക എനിക്ക് 10 സെന്റ് വഖഫ് ചെയ്ത് പള്ളിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മദ്രസക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കോളേജിന് കൊടുക്കണം. അയാൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ കൃത്യമായി മതം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിയമം ഉണ്ടാക്കുകയാണ്. നമ്മുടെ മൗലിക അവകാശത്തെ ഒരു കോടതിയിൽ പോയാലും നിലനിൽക്കാത്ത രൂപത്തിലുള്ള നിയമമാണ് പുതിയ നിയമത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഇതൊന്നും ഒരു കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല. ഇത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന മതക്കാരന് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. പൂർണ്ണമായും അബദ്ധ ജടിലമായ ഒരു നിയമമാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് ഓരോ ആളുകൾക്കും അറിയാം. നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരാൾക്ക് ഒരു ഭൂമി ചൂണ്ടിക്കാട്ടി അത് വഖഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. വഖഫിന്റെ അടിസ്ഥാന തത്വം വായിക്കാത്തോണ്ടാണത്. രണ്ട് സാക്ഷികളെയും കൊണ്ടുവന്ന് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ അത് വഖഫ് തന്നെയാണ്. പറയട്ടെ 1882 പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഒരാൾക്ക് വാക്കാൽ ദാനം 2 സാക്ഷികൾ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ എവിടെയെങ്കിലും അടുത്ത കാലത്ത് ഒരു 25 വർഷം ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ഉദാഹരണം, അതിന്റെ അപ്പുറത്തേക്കും ഒരു 50 ചോദിക്കാമായിരുന്നു, പക്ഷെ ഒരു 25 വർഷം ഞാൻ പഠിച്ചു, ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ വാക്കാൽ ദാനം കൊടുത്തത് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതോ നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? അപ്പൊ വ്യാജ പ്രചരണമാണ്. എവിടെയും അങ്ങനെ ചെയ്യുന്നില്ല. ഈ അപകടം എല്ലാവരും തിരിച്ചറിയുന്നത് ഓരോ ദിവസവും പുതിയ ഈ വഖഫ് 50 വർഷം ചെയ്തു കൊടുത്ത പുതിയ വാർത്തകൾ പുറത്തു വരികയാണ് ഓരോ ദിവസവും. അല്ല, ഒരാൾക്ക് വഖഫ് ചെയ്യാന് അയാളുടെ അതിന്റെ അടിസ്ഥാനം ഇസ്ലാം മതം. ഞാനിതൊക്കെ പഠിച്ചുകൊണ്ട് പറയും, ഞാനൊരു മതത്തിന്റെ വക്താവായിട്ടൊന്നല്ല ഇവിടെ സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ പഠിച്ച കാര്യമാണ് പറയുന്നത്. ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ അയാളുടെ പേരിലുള്ള കൃത്യമായി അയാൾക്ക് ഉടമസ്ഥാവകാശമുള്ള ഭൂമിയെ മാത്രമേ അയാൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ. അത് വഖഫ് പള്ളിക്ക്, ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ദൈവപ്രീതിക്കായിട്ട് പള്ളിക്ക് കൊടുക്കാം, മദ്രസക്ക് കൊടുക്കാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, ഇതൊക്കെ അയാൾക്ക് കൊടുക്കാം. അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാളുടെ ഭൂമിയെ കൊടുക്കാൻ പാടുള്ളൂ. തർക്കമുള്ള ഭൂമി കൊടുക്കാൻ പാടില്ല. ആരാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? ഇവിടെ വ്യാജമായി പ്രചരിപ്പിക്കുകയാണ് വഖഫ് ബോർഡ് ഒരു ഭൂമി. അപ്പൊ വഖഫ് ബോർഡ് എന്തിനുള്ളതാണ്? ധാരാളം കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ രാജ്യത്തുണ്ടായിരുന്നു. അത് വ്യാപകമായി കയ്യേറ്റം ചെയ്യപ്പെട്ടു. അതിന് കയ്യേറ്റം ഏറ്റവും കൂടുതൽ ചെയ്തത് പുറത്തുള്ളവരല്ല. ഒന്ന് ഇസ്ലാം മതത്തിലെ ഇതൊക്കെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ തന്നെയാണ് പലപ്പോഴും വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്തത്. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കയ്യേറ്റം ഉണ്ടായി. ഡൽഹിയിലൊക്കെ തന്നെ, ബാംഗ്ലൂരിൽ ഇതൊക്കെ തന്നെ ലീസിന് കൊടുത്ത ഭൂമിയൊക്കെ തന്നെ പല സ്ഥലത്തും കയ്യേറ്റം ചെയ്തു. അതേപോലെ തന്നെ ITCയുടെ ബാംഗ്ലൂരിലുള്ള ഭൂമി, അങ്ങനെ ധാരാളം ഭൂമി രേഖകൾ ലീസിന് കൊടുത്തു. വഖഫ് ബോർഡിന് എങ്ങനെ കിട്ടി ഭൂമിയൊക്കെ? വഖഫ് ബോർഡിന് ഭൂമിയില്ല. നിങ്ങൾ വഖഫ് ബോർഡിന്റെ പേരിൽ എവിടെയെങ്കിലും ഭൂമി കാണിച്ചിരുമോ? വഖഫ് ബോർഡിന് ഭൂമിയുണ്ട് ഇന്ത്യയിൽ? ഒരു തുണ്ട് ഭൂമിയല്ല ഇന്ത്യയിൽ. വഖഫ് ബോർഡിന് ഒരു ഭൂമി. വഖഫ് ബോർഡിന്റെ ചുമതല എന്താണ്?
ഈ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി അതിന്റെ ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത്, അതല്ല മറ്റാരെങ്കിലും കസ്റ്റോഡിയൻ മോഷണം ആരാ? നടത്തി അതിലുള്ള വരുമാനം കസ്റ്റോഡിയൻ ആരാ? എങ്ങനെ കസ്റ്റോഡിയൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വഖഫ് ഏത് സ്ഥാപനത്തിനാണോ വഖഫ് ചെയ്തിരിക്കുക. ഇപ്പൊ ഒരു വെറുതെ വഖഫ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളിപ്പോ ഞാൻ ഇവിടെ ഒരു 5 സെന്റ് ഇതാ വഖഫ് ചെയ്തും പറയാൻ പറ്റില്ല. ഞാൻ 5 സെന്റ് ഇന്ന പള്ളി അല്ലെങ്കിൽ ഇന്ന മദ്രസക്ക് ഇന്ന കോളേജിന് അതിന്റെ നടത്തിപ്പിന് വേണ്ടി ഇതിന്റെ വരുമാനം ഇതിന്റെ സ്വത്തും ഞാനിതാ വഖഫ് ചെയ്തു എന്ന് പറയണം. അപ്പൊ ആ സ്ഥാപനമാണ് അതിന്റെ കസ്റ്റോഡിയൻ. അവർ നോക്കണം. അതിലവര് ഉപേക്ഷ കാണിച്ചാൽ, അതിലവര് ഉത്തരവാദിത്തരാഹിത്യം കാണിച്ച് അത് വേണ്ടതുപോലെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അതിലെ വരുമാനം തട്ടിപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സ്വജനപക്ഷപാതം നടത്തി കൈമാറ്റം ചെയ്യുന്നു, ഇതൊക്കെ പരിശോധിക്കലാണ് വഖഫ് ബോർഡിന്റെ ചുമതല. അത് കൈയേറ്റം ചെയ്യുന്നുണ്ടോ, മറ്റു തരത്തിൽ നഷ്ടപ്പെടുത്തുന്നു. അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല ഇടയ്ക്ക് നടക്കില്ല. അല്ല അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ല. അല്ല ആരും അത് വേണ്ട. സംസാരിക്കാൻ എനിക്ക് എന്റെ സമയം. അല്ല ഞാൻ ഇടയ്ക്ക് ചോദിച്ചില്ലല്ലോ. എനിക്ക് എത്ര എനിക്ക് പറഞ്ഞപ്പോ പലതും പറയാനുണ്ട്. ഞാൻ പറയാത്തതുകൊണ്ടാണ്. അല്ല അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ സ്ഥിര ഏർപ്പാടുണ്ട്. ഞങ്ങൾ പറയുന്ന സമയത്ത് ഇടയ്ക്ക് കയറി അത് വേണ്ട. എനിക്ക് നിങ്ങൾ സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റ് മറ്റുള്ളവർക്ക് 5 മിനിറ്റ് കൊടുത്തോളൂ. എനിക്ക് ആ 2 മിനിറ്റേ വേണ്ടതുള്ളൂ. അതിൽ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കണം. അപ്പൊ ഇതൊക്കെ തന്നെ വ്യാജ പ്രചരണം. പിന്നെ പറയട്ടെ. അപ്പൊ ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിൽ എംപിമാരുടെ പ്രതിനിധിയുണ്ട്, സർക്കാർ പ്രതിനിധിയുണ്ട്, ഈ പിന്നെ MLA-മാരുടെ പ്രതിനിധിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ലാത്തൊരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. അവർ രേഖ പരിശോധിക്കും. എല്ലാ ഹിയറിംഗും നടത്തിയിട്ട് അതിന്റെ സർവേ കമ്മീഷണർ നോക്കി രേഖകൾ നോക്കാതെ വഖഫ് അല്ലാത്ത ഏതെങ്കിലും ഭൂമി വഖഫാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞതായിട്ട് അറിയോ? ഇപ്പൊ മുനമ്പത്ത് പോലെ എന്താ ഉണ്ടായത്? വഖഫ് ബോർഡല്ല ഇറങ്ങിയത്. അതിന്റെ കുടുംബക്കാർ ഹൈക്കോടതിയിൽ പോയി. ബന്ധപ്പെട്ട ആളുകൾ ഹൈക്കോടതിയിൽ പോയപ്പോ ഹൈക്കോടതിയാണ് വഖഫ് ബോർഡിനോട് പറഞ്ഞത് നിങ്ങൾ ഇതിൽ നടപടി എടുക്കണം. അങ്ങനെയാ വന്നത്. ഹൈക്കോടതിയിൽ പോയപ്പോൾ അപ്പൊ അത് ആ ചർച്ച വേറെയാണ്. ഇന്നത്തെ വിഷയമല്ല. കുറെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. സലിം മടവൂർ, ഈ മുനമ്പത്തെ വിവാദ ഭൂമിയുടെ ആധാരങ്ങൾ വ്യാജമാണെന്ന് ഇപ്പോൾ അത് പാട്ടത്തിന് വാങ്ങി 1902 പാട്ടത്തിന് വാങ്ങിയ അബ്ദുൽ സത്താർ ഹാജി മൂസ സെട്ടിൻ്റെ അനന്തരാവകാശികളിൽ ഒരാളായ ഷംസാദ് ഹുസൈൻ സേട്ട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ രേഖകളൊക്കെ വ്യാജമാണെന്ന്. അങ്ങനെ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് സാർ ഇതെല്ലാം ഭൂമിയെല്ലാം കൈക്കലാക്കിയത്. പുറത്തു വരികയല്ലേ ഇപ്പൊ? അല്ല ഞാൻ പറയട്ടെ മുനമ്പത്ത് അത് തെറ്റുണ്ടെ പിടിക്കണല്ലോ. വ്യാജമായിട്ട് വഖഫ് ചെയ്തതാണെങ്കിലോ അങ്ങനെ എന്ത് സംഭവം അല്ല അതിന് നടപടി ഉണ്ടാവണല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ഘട്ടത്തിലും ഞാൻ കൂടെ പറയട്ടെ. നടപടിയെടുക്കേണ്ടവരല്ലേ വോട്ട് ബാങ്കിന് വേണ്ടി ഇവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ആര് നടപടിയെടുക്കും? എനിക്കും നിങ്ങൾക്കൊക്കെ പറയാൻ കഴിഞ്ഞല്ലോ. അതായത് ഇവിടെ വഖഫ് ബോർഡ് ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഘട്ടത്തിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വന്ന് മുനമ്പത്തെ ഭൂമി ഞങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്തിരുന്നോ? ഇല്ല. അത് ക്ലെയിം ചെയ്തത് ഫറൂഖ് കോളേജാണ് ഒരു ഘട്ടത്തിൽ ക്ലെയിം ചെയ്തത്. അത് കഴിഞ്ഞ് വഖഫ് ബോർഡ് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ നിസാർ കമ്മീഷന്റെ കാലത്ത് ഇതേക്കുറിച്ച് റിപ്പോർട്ട് വന്നു. അപ്പോഴും വഖഫ് ബോർഡ് ഒന്നും ചെയ്തിട്ടില്ല. വഖഫ് ബോർഡ് എപ്പോഴാണ് നടപടി എടുക്കാൻ ഹൈക്കോടതിയിൽ പോയി കുറെ ആളുകൾ. നിങ്ങൾ വഖഫ് ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ വഖഫ് ബോർഡ് ഒരു ഘട്ടത്തിലും അവിടെ വഖഫ് ഭൂമിയാണെന്ന് പറയാൻ മുന്നോട്ട് വന്നത് എപ്പോഴാ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത്? ഹൈക്കോടതിയിലും മറ്റും കേസ് കൊടുത്ത സമയത്ത്. അതുവരെ വഖഫ് ബോർഡ് നിങ്ങൾ ഈ പറയുന്ന ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ച് അത് വഖഫാണെന്ന് പ്രഖ്യാപിക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന. വഖഫ് ബോർഡ് മുനമ്പത്തോ മറ്റു സ്ഥലങ്ങളിലോ ഒരു സ്ഥലത്തും സ്ഥലം വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. തന്നെയല്ല ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടെ, പുതിയ വഖഫ് നിയമപ്രകാരം ഏതാണ്ട് പകുതിയോളം അമുസ്ലിം പ്രാതിനിധ്യം ഈ വഖഫ് ബോർഡിൽ വരും. കാരണം ഞാൻ മനസ്സിൽ വായിച്ച് എന്റെ മനസ്സിൽ തെറ്റിട്ട് തിരുത്താം. MP-മാരും MLA-മാരും ഏത് മതക്കാരും ആവാം. സ്വാഭാവികമായിട്ടും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം MP-മാരും MLA-മാരും വന്നുകൊള്ളണമെന്നില്ല. 2 അമുസ്ലിം പ്രതിനിധികൾ വേണമെന്ന് പറയുന്നു. വേണ്ടത്ര മുസ്ലിം സ്കോളേഴ്സും മറ്റ് പ്രതിനിധികളും ഇല്ലെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളിക്കാമെന്ന് പറയുന്നു. സ്വാഭാവികമായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ തന്നെ ഇതര മതസ്ഥരെ തള്ളിക്കയറ്റിക്കൊണ്ടുള്ള ഒരു വഖഫ് ബോർഡ് വരും എന്ന് ഉറപ്പാണ്. ആയിക്കോട്ടെ, വരുന്നതിനെതിരല്ല. പക്ഷെ അങ്ങനെ ഒരു വഖഫ് ബോർഡ് വരുന്ന സമയത്ത് പിന്നെ എന്തിനാണ് നിങ്ങൾ വഖഫ് ബോർഡിന്റെ സ്വതന്ത്ര അധികാരങ്ങൾ എടുത്തു കളയുന്നത്? നിങ്ങൾ പറയുന്നത് പോലെയുള്ള പ്രതിനിധികൾ വരികയും അവർക്ക് പരിശോധിക്കാനുള്ള അധികാരം പിന്നെ അതങ്ങ് കൊടുത്താൽ പോരെ.
നിങ്ങൾ ഒരേ സമയം വഖഫ് അല്ല, ബോർഡിന്റെ ഇത്രയും അകത്തേക്ക് കാലം അതൊരു അടിച്ചു മാറ്റിയല്ലോ, വിവിധ ബെല്ലും ബ്രേക്കും മതക്കാരുടെ ഇല്ലാതെ സംവിധാനം പോവായിരുന്നല്ലോ, ആക്കണം. അല്ല, ആരെങ്കിലൊക്കെ പിടിച്ചു കെട്ടണ്ടേ? ആ, എന്ത് ആരാ തോന്നിയാസം- അടിച്ചു എന്ത് മാറ്റിയത്? തോന്നിയാസം അല്ല കാണിക്കാമോ? അല്ല 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 മതേതരത്വം പറയുകയും ചെയ്യും, ഞാൻ എല്ലാ വീണ്ടും ആവർത്തിച്ച് ആനുകൂല്യങ്ങളും പറയാം. അടിച്ചു മാറ്റുകയും നിങ്ങൾ ചെയ്യും. അല്ല ഞാൻ ചോദിക്കാം, നിങ്ങളിപ്പോ നേരത്തെ വാർത്തയിൽ പറഞ്ഞു വിവിധ മതങ്ങൾ എല്ലാം ഈ ദേവസ്വം ബോർഡിന് വഖഫ് ബോർഡിന്റെ അധികാരമില്ല, ആ. കൊടുക്കണം. ദേവസ്വം ഭൂമി ആരെങ്കിലും കൈയേറുന്നുണ്ടെങ്കിൽ അത് പറയട്ടെ, ഞാൻ പറയട്ടെ. ദേവസ്വം ഭൂമി സലിം മടവൂർ ആരെങ്കിലും തുറന്ന് പറ. കഴിഞ്ഞ ചർച്ചയിലും പറയട്ടെ. പറഞ്ഞു പോയി. അല്ല, അല്ല, ഇടതുമുന്നണി യോഗത്തിൽ പറ, വഖഫ് ബോർഡിന്റെ അതേ അധികാരം, അതേ അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കണമെന്ന് പറ. ആ ആഗ്രഹം കാണിക്കേ. ഇവിടെ ഇപ്പൊ അതായത് നിങ്ങളിപ്പോഴും ജന്മഭൂമിയിൽ ഇതാ BJP ആവശ്യം, RSSന്റെ ആവശ്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ 5 വർഷം മുമ്പ് ഒരു ലാൻഡ് സ്പെഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാൻ വായിച്ചു. അതായത് ഭൂമി കയ്യേറ്റം ഒഴിവാക്കണം ദേവസ്വത്തിന്. അപ്പൊ ദേവസ്വം ഭൂമി കയ്യേറ്റമുണ്ട്. അപ്പൊ അവിടെ കയ്യേറി താമസിക്കുന്നത് സാധാരണക്കാരാണ്. അവരെ ഒഴിപ്പിക്കരുത് എന്നും അല്ല അവരെ ഒഴിപ്പിക്കണമെന്നും ഉള്ള ഒരു നിലപാട് ഒരു ഭാഗത്ത് പാടില്ല. എല്ലാ കയ്യേറ്റക്കാർക്ക് നിങ്ങൾ പറഞ്ഞോളൂ. അല്ല പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കാം. ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാ മതങ്ങൾക്കും, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അതേപോലെ ഹിന്ദുസിനും 3 മതക്കാർക്കും അവരുടെ മത സ്വത്ത് അതിനൊരു മേൽനോട്ട നിയന്ത്രണം വേണം. തോന്നുന്നത് പോലെ അതിന്റെ മത നേതാക്കളോ അല്ലെങ്കിൽ ആ സ്ഥാപന മേധാവികളോ ഇഷ്ടക്കാർക്ക് തോന്നിയതുപോലെ ഭൂമി പകുത്തു കൊടുക്കുന്നതും കൈവശം വെക്കുന്നതും നിയന്ത്രണം വേണം. പറയട്ടെ, മതങ്ങളും ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ക്രിസ്തു മതത്തിന് എത്ര ഭൂമി നമുക്കറിയില്ല, കാരണം ഒരു സംവിധാനം വേണം. ഇസ്ലാം മതം വഖഫ് ബോർഡിന്റെ കയ്യിൽ എത്ര ഭൂമി വഖഫ് ചെയ്ത ഭൂമി എത്രയുണ്ട് നമ്മൾ അറിയണം. ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ദേവസ്വം ഭൂമി എത്രയുണ്ട്, ഇതൊക്കെ കൃത്യമായി പഠിക്കണ്ടേ? സംവിധാനം വേണോ? ആ ഭൂമികൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്യുന്നുണ്ടോ? അതെല്ലാ മതത്തിൽ, അതായത് ഓരോ ആൾക്കാരും ദൈവപ്രീതിക്ക് വേണ്ടി കൊടുത്ത ഭൂമി ആരെങ്കിലും അടിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് പാടില്ല. അത് അടിച്ചു മാറ്റാതെ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്ക് അത് നിറവേറ്റി എന്ന് ഉറപ്പുവരുത്തൽ സ്റ്റേറ്റിന്റെ ചുമതലയാണ്. അല്ലാതെ ആളുകൾക്ക് അടിച്ചെടുക്കാൻ കഴിയും. ദേവസ്വം ബോർഡിന്റെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യാധീനപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് നടപടിയാ സാർ എടുത്തത്? എന്ത് നടപടിയാ? ഹൈന്ദവ സംഘടന VR രാജശേഖരന്റെ പ്രസ്ഥാനമൊക്കെ എത്ര നിവേദനങ്ങൾ കൊടുത്തു അന്യാധീനപ്പെട്ട ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നത്? എന്തെങ്കിലും ഒരു നടപടി എടുത്തു നിങ്ങൾ? അല്ല, ഈ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി ചെയ്യുന്നില്ലല്ലോ സാർ. അതല്ല ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, ഒരു ഭാഗത്ത് ദേവസ്വം ഭൂമിയിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കണമെന്ന് പറയുകയും മറുഭാഗത്ത് വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കാൻ പാടില്ല. എല്ലാ ഭൂമിയിലും അനധികൃതം ഒരു സെക്കൻഡ് ക്ലാരിഫിക്കേഷൻ വരുത്താനാണ്. മുനമ്പത്തെ വിഷയം ഫാറൂഖ് കോളേജ് അവർക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നു. ആ വിൽപ്പന സാധൂകരിച്ചുകൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയും വേണ്ട. ഗിഫ്റ്റ് ഡീഡാണ്. ഓക്കെ.